സ്മൃതി, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഇടതുപക്ഷത്തിനൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു 3% വോട്ട് ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. 7 ജില്ലാ പഞ്ചായത്തുകൾ തുല്യമായിട്ട് കിട്ടുന്നൊരു സാഹചര്യമുണ്ടായി പൊളിറ്റിക്കലി. അപ്പോൾ ഒരു കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് തന്നെ ഉള്ളിൽ സമ്മതിക്കുന്നുണ്ട്. അതാണ് കനകോലിവൻ്റെ റിപ്പോർട്ടും പറയുന്നത്. അതൊരു ആത്മവിശ്വാസം കൊടുത്തു. അതിനുശേഷം തുടർച്ചയായിട്ട് വികസന പദ്ധതികളിൽ ഊന്നിയുള്ള പ്രചരണം ശക്തമാക്കുന്നു. പ്രതിപക്ഷം PR എന്ന് വിളിക്കുന്ന PR തന്നെയാണ്. പരസ്യ പ്രചരണങ്ങൾ ശക്തമാക്കുന്നു പല വിധത്തിലും. വയനാട് ടൗൺഷിപ്പിൽ ഉദ്ഘാടനം വരുന്നു. മമ്മൂട്ടി പോലും ഏറ്റവും ഒടുവിൽ അവിടേക്ക് വരുന്നു. PR വർക്കിൻ്റെ ഭാഗമായിട്ട് പത്രങ്ങളിലുള്ള പരസ്യം നമ്മൾ കണ്ടു. DA സന്ദേശം നമ്മൾ കണ്ടു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഇരുപക്ഷവും കരുത്താർജിക്കുകയാണോ പ്രചരണങ്ങളിലൂടെ പോരാട്ടം കടുക്കും? സുനിൽ പറഞ്ഞ പോലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. രണ്ട് കൂട്ടരെ സംബന്ധിച്ചും ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ എല്ലാ ശക്തിയും ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡോക്ടർ അരുൺ ഇപ്പോൾ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ 5 ഉപതെരഞ്ഞെടുപ്പുകൾ വെച്ച് കണക്ക് കൂട്ടി വരണം. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഇടതു ഭരണകാലത്ത് വന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലം എങ്ങനെയായിരുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഇടതുപക്ഷം മാത്രം ജയിച്ചുകൊണ്ടിരുന്ന സംവിധാനത്തിലാണ് ഈ ചെറിയ ശതമാനം എന്നുള്ള കണക്കുകൾ കൂടുതൽ കണക്കുകളിലേക്ക് പോകുമ്പോഴൊക്കെ അത് സംഭവിക്കുമ്പോഴും പലയിടത്തും സീറ്റുകൾ പിടിച്ചെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇടതുപക്ഷം കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. അത് അകത്ത് അവർ ചർച്ച ചെയ്യുന്നുമുണ്ട്. പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എങ്കിൽ കൂടി തീർച്ചയായിട്ടും പൂർണ്ണമായും തകർന്നിട്ടില്ലല്ലോ എന്ന് ആശ്വസിക്കാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകമല്ല, അത് കുറയ്ക്കുന്ന ഘടകമായിട്ടാണ് വന്നിട്ടുള്ളതെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ വികസന പദ്ധതികൾ എല്ലാം തന്നെ ഉദ്ഘാടന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ നേരത്തെ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ ഇതാ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതും കോടികളുടെ പദ്ധതികളാണ്. അതിനെ പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഇളക്കം ഉണ്ടാക്കുന്നുണ്ട്. ആളുകളിലേക്ക് അത് എത്തുന്നുമുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. അപ്പുറത്ത് ഇതിലൊരു കൗതുകമായി തോന്നിയത് ഇന്നലെ 5 ഗ്യാരണ്ടികൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് എല്ലാ മന്ത്രിമാരും അതിനോട് പ്രതികരിക്കാൻ വരുന്നത്. അതിലൊരു അസ്വാഭാവികത തോന്നുകയാണ്. അങ്ങനെ ഒരു പ്രതികരണത്തിന്റെ ആവശ്യമുണ്ടോ? അവർക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിക്കുന്നതാണ് ആ പ്രതികരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകമുള്ള പ്രതികരണമായി തോന്നിയത് ഗതാഗത മന്ത്രിയുടെ പ്രതികരണമാണ്. മന്ത്രി KB ഗണേഷ് കുമാർ പറയുകയാണ്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത് നടപ്പാക്കുകയാണെങ്കിൽ 50 കോടിയെങ്കിലും KSRTCക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നത് ഒരു നഷ്ടമുണ്ടാക്കുന്ന പണിയാണ് എന്ന് പറയുമ്പോൾ ഇതൊരു ബിസിനസ്സായി ഇതിനെ കാണുന്നു എന്നും അതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ്. ഇത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് പൊതുഗതാഗതത്തെ ഒരു ലാഭകരമായ ബിസിനസ്സാക്കി കാണുകയല്ല. തീർച്ചയായും നഷ്ടത്തിൽ പോയി അതിലെ ജീവനക്കാർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊരു ലാഭകരമായ വലിയ ബിസിനസ്സായി കൊണ്ടുവരിക എന്നുള്ളതല്ലല്ലോ. പൊതുഗതാഗതം എന്നുള്ളത് അതിൽ സൗജന്യങ്ങൾ വരും, ചില ഇളവുകൾ വരും. അത് നമുക്കറിയാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ കുട്ടികൾക്ക് ഇളവ് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ. അത് എന്തുകൊണ്ടാണ്? അതൊരു സമീപനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സമീപനം അവിടെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള വിഷയം. ഇനി ഈ പറഞ്ഞ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ലല്ലോ. ഇവിടെ നല്ല വിദ്യാഭ്യാസവും അത്യാവശ്യം നല്ല ജോലിയും ഉള്ളവരാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നത്? ആരാണ് KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നത്? ഇപ്പോൾ ലോങ് റൂട്ടിലേക്കൊക്കെ യാത്ര പോകും, എല്ലാവരും പോകുമെന്ന് കണക്കാക്കാം. വേണമെങ്കിൽ ഒരു KSRTC ബസ് അനുഭവം എന്നുള്ള രൂപത്തിൽ ആളുകൾ പോകുമെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഡേ ടു ഡേ ലൈഫിൽ അതിനെ സ്ഥിരമായി ആശ്രയിക്കുന്നവർ സാധാരണ തൊഴിലാളികളാണ്, സാധാരണ ആളുകളാണ്. ചെറിയ ശമ്പളം കിട്ടുന്നവരാണ്. 3000, 4000, 5000 രൂപ ശമ്പളം കിട്ടുന്നവർ വരെ ഉണ്ടാകാം. അവർക്ക് ഒരു വലിയ തുക അതിൽ നിന്ന് ലാഭിക്കാൻ കഴിയില്ലേ? അപ്പോൾ അത് അവരെ ശാക്തീകരിക്കില്ലേ? അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ആശയത്തെ പെട്ടെന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി പെട്ടെന്ന് വന്ന ഒരു തള്ളായും ഒക്കെ കാണുന്നത് അതിന് ചുരുക്കി കാണലാണ്. നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഓരോ വിഷയത്തെയും കാണേണ്ടതുണ്ട്. ഇപ്പോൾ അവരൊരു പ്രഖ്യാപനങ്ങൾ നടത്തി അത് ഞങ്ങൾ പഠിക്കട്ടെ എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പിറ്റേ ദിവസം തന്നെ അതൊരു തള്ളാണെന്ന് പറയുന്നു. മാത്രമല്ല, ഇന്ന് പാർട്ടി പത്രത്തിൽ ആരോഗ്യം വിൽക്കുമെന്ന തലക്കെട്ടിലാണ് തെലങ്കാന കർണാടക മോഡലിലാണ് കോൺഗ്രസ് നീങ്ങുന്നതെന്ന് പറയുകയാണ്. എങ്ങനെയാണ് അങ്ങനെ പറയുക? കാരണം ഈ പുതുയുഗ യാത്രയ്ക്ക് ശേഷം ആരോഗ്യമേഖലയിലെ വിദഗ്ധരെയൊക്കെ കണ്ടുകൊണ്ട് കൃത്യമായ പഠനം നടത്തി കോൺക്ലേവ് നടത്തിയിട്ടൊക്കെയാണ് ഒരു പഠനം നടത്തി ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്ന് പൂർണ്ണമായി അറിയാതെ ഇവിടെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ അതിൽ പറയുന്ന വാദം ഇതാണ്: ആരോഗ്യമന്ത്രിക്കെതിരെ നടക്കുന്ന സമരങ്ങളും ഈ പറയുന്ന കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെ സഹായിക്കാനാണെന്ന് പറയുന്ന ഒരു വാദമാണ്. അത് എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന വാദം എന്താണ്? ഇപ്പോൾ KSRTCയുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു, അത് നടപ്പായില്ല എന്ന് ചിലർ പറഞ്ഞു. ചിലർ പറഞ്ഞത് നഷ്ടത്തിലായി എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, കണക്കുകൾ വരുന്നുണ്ട്. ഈ സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷം ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ വരുമാനത്തിൽ വലിയ വർധനയുണ്ടായി എന്നുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 4 കോർപ്പറേഷനുകളുടെ വരുമാനം പദ്ധതിക്ക് മുമ്പ്, അതായത് 2022 മെയ് 2023 വരെയുള്ള കാലത്തിനിടയ്ക്ക് 3401.54 കോടി രൂപയായിരുന്നുവെങ്കിൽ പദ്ധതി നടപ്പാക്കിയ ശേഷമുള്ള വരുമാനം 4594.23 കോടി രൂപയായി ഉയർന്നു എന്നുള്ള കണക്കുകളുണ്ട്. അപ്പോൾ കർണാടക
SRTC വരുമാനം ശക്തി പദ്ധതിക്ക് ശേഷം കർണാടക SRTC എക്കാലത്തെയും ഉയർന്ന വരുമാനമായ 3930 കോടി രൂപ നേടിയെന്നുള്ള കണക്കുകളുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കൊരു സൗജന്യം നൽകിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നഷ്ടത്തിലാകും എന്നുള്ളത് സമീപനത്തിലെ പ്രശ്നമാണ്. അത് മുഴുവൻ ഇടത് സർക്കാരിലെ അല്ലെങ്കിൽ ഇടത് മന്ത്രിമാർക്ക് മുഴുവൻ ആ അഭിപ്രായമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അത് ഈ സൗജന്യം എന്ന് പറയുന്നത് ഭയങ്കരമായൊരു പോഷ്കാണ് എന്ന രൂപത്തിൽ പ്രതികരണം നടത്തിയത് ഗതാഗത മന്ത്രിയാണ്. അതൊരു ശരിയായ സമീപനമല്ല. എങ്ങനെയാണ് ഇപ്പോൾ KSRTC ലാഭത്തിലായത്? ഗതാഗത മന്ത്രി ഉറപ്പായിട്ടും KB ഗണേഷ് കുമാർ നല്ല മന്ത്രിയാണ്, മുൻകാലങ്ങളിൽ നല്ല മന്ത്രിയാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അതിൽ ചില അദ്ദേഹത്തിൻ്റെതായ പരിപാടികൾ നടപ്പാക്കിയപ്പോൾ കുറേ പേരെങ്കിലും തൊഴിലാളികൾ ഒഴിവാക്കിയിട്ടൊക്കെയാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇത് ഈ സൗജന്യം കൊണ്ട് നഷ്ടമാകുമെന്ന് പറഞ്ഞാൽ അത് വേറെ രൂപത്തിൽ ആ വരുമാനം ഉണ്ടാക്കാനുള്ള വഴികൾ ഉണ്ടാക്കണമെന്നേ. അങ്ങനെ കൂടി ആലോചിക്കുമ്പോഴല്ലേ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു രീതിയാവുക. അപ്പോൾ സ്ത്രീകളുടെ സൗജന്യം എന്നുള്ളൊരു വലിയ പ്രശ്നമായി കാണുകയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ ആരോപണങ്ങളും അത് അംഗീകരിക്കാനാവുന്നതല്ല. തിരിച്ച് ഇടതുപക്ഷത്തിനും ഇനി പ്രഖ്യാപനങ്ങൾക്ക് സമയമുണ്ട്. അവരുടെ പ്രകടന പത്രിക ഒരുപക്ഷെ ഇതിലും മികച്ചതായി കൊണ്ടുവരാനുള്ള സമയം ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിലും നല്ല പദ്ധതികൾ ആലോചിക്കുക. ഇപ്പോൾ എല്ലാം നടപ്പാക്കി എന്ന് പറയുമ്പോൾ ഇനിയും തുടർച്ചയുണ്ടായാലേ വികസനം മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ അടുത്ത വികസന പദ്ധതികൾ അപ്പുറത്ത് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പോസിറ്റീവായ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന രൂപത്തിൽ അത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എല്ലാ ഘട്ടത്തിലും നമ്മൾ പറയാറുള്ളത് വഴി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടതുപോലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിലെ സ്വഭാവമുണ്ടല്ലോ, അതിൽ ഈ പറയുന്ന വർഗീയത കലർന്ന പ്രഖ്യാപനങ്ങളും സ്ഥാനാർത്ഥികളെ വർഗീയവാദിയാക്കുന്ന രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങളും അനാവശ്യമായ പ്രചാരണങ്ങളും ഒക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായി ലാഭമുണ്ടാക്കുക BJP ആണെന്നുള്ളതാണ്. ആ ആലോചന ഇരുകൂട്ടർക്കും ഉണ്ടായാൽ എന്നതാണ്. Meet the editors.